Hello, my dear friends. ഇപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കുറേ കഥകളൊക്കെ കേട്ടു, അതുപോലെ തന്നെ വാക്കുകളൊക്കെ കുറച്ച് പഠിച്ചു, നമ്മുടെ ഗ്രാമറിന്റെ പോർഷൻസും കുറേയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ വീഡിയോന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോസിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ ബേസിക് ആയിട്ട് ഉള്ള ക്ലാസ് മുതൽ അഡ്വാൻസ് രീതിയിലുള്ള ക്ലാസ്സുകൾ വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഡേ 1 ഡേ 2 എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബേസിക് ഗ്രാമർ മുതലായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. എന്നിട്ട് അതിന്റെ എൻഡ് ആവുമ്പോഴേക്കും അഡ്വാൻസ് രീതിയിലുള്ളത് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് നല്ല നല്ല സെന്റൻസുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ കൂടെ തന്നെ ഒരുപാട് ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് നമുക്ക് എത്രമാത്രം മനോഹരമാക്കാം എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടും. സെന്റൻസ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാകും, ടെൻസുകൾ മനസ്സിലാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ എനിക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്നതിനേക്കാളും മുന്നേ ഇംഗ്ലീഷ് ഫ്ലൂവൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കഴിയുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. കാരണം നമുക്ക് ഒരു ഭാഷ നല്ല പോലെ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ, നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? വാക്കുകൾ വേണം അല്ലെ? തീർച്ചയായിട്ടും നിങ്ങൾ കൊച്ചു കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. അവരാദ്യം പറയുക എന്താണ്? ആദ്യം ഗ്രാസ്പ് ചെയ്യുക എന്താണ്? വാക്കുകളാണ്. അവര് സ്പീക്ക് ചെയ്യുന്നതും എന്തായിരിക്കും? വാക്കുകളായിരിക്കും. അപ്പൊ ഈ വാക്കുകൾ നമ്മൾക്ക് തീർച്ചയായിട്ടും ആദ്യമായിട്ട് അറിയണം. പിന്നെ രണ്ടാമത് വേണ്ടത് എന്താണ്? നമുക്ക് ഓരോ കാലങ്ങളും കൃത്യമായിട്ട് അറിയണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം എങ്ങനെ പറയണം എന്നുള്ളത് അറിയണം, ഇന്നലത്തെ കാര്യം പറയാൻ അറിയണം, നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വൃത്തിയായി പറയാൻ പറ്റണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആവില്ല, മറ്റുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അപ്പൊ അതാകെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെന്റൻസ് സ്ട്രക്ചർ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷിന്റെ സെന്റൻസ് സ്ട്രക്ചറും മലയാളത്തിന്റെ സെന്റൻസ് സ്ട്രക്ചറും രണ്ടും രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ വീഡിയോയിലും നമ്മൾ ഫ്ലുവൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്? ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ മലയാളത്തിന്റെ സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. മലയാളത്തിന്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. അതിന്റെ ആശയം നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് പറയാം. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ സെന്റൻസുകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? അത് നിങ്ങൾക്ക് മാറിപ്പോകും. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറയാം. ഞാൻ എന്നും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഞാൻ എന്നും ക്രിക്കറ്റ് കളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതാണ് സെന്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ അത് എങ്ങനെയാ പറയാ? നമ്മൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയും? ഞാൻ, ഐ, ക്രിക്കറ്റ്. അപ്പൊ ക്രിക്കറ്റ് തന്നെ. ഓക്കെ, കളിക്കാറുണ്ട് എന്നുള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? പ്ലേ. അപ്പൊ അത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ അപ്പൊ നമ്മൾ ഇങ്ങനെ വരുന്നത്? ഐ ക്രിക്കറ്റ് പ്ലേ. അപ്പൊ നോക്കൂ, അത് എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. ഇങ്ങനത്തെ ആണ് ഒരു സെന്റൻസ് സ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഇംഗ്ലീഷിൽ പറയുന്നെങ്കിൽ അത് തെറ്റാണ്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം സാധാരണ രീതിയിൽ ഇംഗ്ലീഷ് സ്ട്രക്ചർ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സബ്ജക്റ്റ്, അതായത് ആരാണോ ചെയ്യുന്നത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ക്രിയയാണ് വരുന്നത്, വേർബാണ് വരുന്നത്. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മലയാളത്തിൽ നേരെ തിരിച്ചാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിയയല്ല വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കാര്യം പോവും. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. സെന്റൻസുകൾ എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലാക്കിയെടുക്കണം, ഈ ഒരു രീതിയിലാണ് പോകണമെന്നുള്ളത്. എന്നിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതും നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതായിരിക്കും. അപ്പോ ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതിനോടൊപ്പം ഇനി പറയാനുള്ള, നമ്മൾ ക്ലാസ്സിലേക്ക് പതുക്കെ കടക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ എപ്പോഴും ഈ ഐ, യു, ദേ, വി എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഇവരൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവര് ഓരോ കാലങ്ങൾക്കനുസരിച്ചും
നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവരുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളില്ലേ, അതിന് വ്യത്യാസം വരും. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ വേറൊന്ന് പറയാം. ഞാൻ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയുകയാണ്. ഞാനിപ്പോ എഴുതുകയാണ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഐ ആം റൈറ്റിംഗ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് അർത്ഥമാക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നലെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? ഐ ആം റൈറ്റിംഗ് അല്ല പറയേണ്ടത്, പിന്നെന്താ പറയാ? ഐ വാസ് റൈറ്റിംഗ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഈ സെയിം സംഭവം തന്നെ രണ്ട് പേരാണ് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണം നമുക്ക്. അപ്പൊ ദീപക് ആൻഡ് റാം, ഇങ്ങനെ രണ്ട് പേര് എന്ത് ചെയ്യാണ്? എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആം ആണോ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഈസ് ആണോ ഉപയോഗിക്കേണ്ടത്? അല്ല, കാരണം രണ്ട് പേര് അവിടെ ആണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? ആറാണ് ഉപയോഗിക്കേണ്ടത്. സോ ദീപക് ആൻഡ് റാം ആർ റൈറ്റിംഗ്. അവർ രണ്ടുപേരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സെയിം ആൾക്കാർ ഇന്നലെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിന് നമ്മൾ എങ്ങനെ പറയാം? ദീപക് ആൻഡ് റാം were writing. അവര് ഇന്നലെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇന്നലെ അവർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് രണ്ടും രണ്ട് രീതിയിലാണ്. ഇതിന്റെ ആൾക്കാർക്ക് വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ മാറ്റങ്ങൾ ബാക്കിയുള്ള സെന്റൻസുകളിൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അറിയുകയാണെങ്കിൽ എന്താ ഗുണം? നമുക്ക് കോൺഫിഡൻസോട് കൂടി തെറ്റാതെ നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറ്റുവാണെങ്കിൽ ഒരു പെന്നും ബുക്കും ഒക്കെ എടുത്ത് വെക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ബോണസ് ആയിട്ട് ഒരു കാര്യമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഫ്ലുവൻ്റ് ആവാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു കാര്യത്തോടു കൂടി നിങ്ങൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ എൻഡ് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് ഒരുപാട് വൊക്കാബുലറി കിട്ടും, നല്ലപോലെ ഗ്രാമറിനെ കുറിച്ചിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻസോട് കൂടി, ഞാൻ ഫ്ലുവൻ്റ് എന്നുള്ള വാക്ക് ഞാൻ അധികം ഉപയോഗിക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ആണ് ഫ്ലുവൻസി തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റണം. അപ്പോൾ നമുക്ക് എങ്ങനെയാ കോൺഫിഡൻസ് ഉണ്ടാവുക? തെറ്റുകൂടാതെ സംസാരിക്കുമ്പോൾ. നമ്മുടെ കയ്യിൽ നല്ലൊരു വൊക്കാബുലറി ഉണ്ട്, തെറ്റുകൂടാതെ നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ കൂടും. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പൊ നമുക്ക് പതുക്കെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ ഫസ്റ്റ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിടെയാണ് ഈ ആം അതുപോലെ ഈസ് ആർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുക. നമ്മളെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പേരുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ, ദേ എന്ന് പറയുമ്പോൾ അവർ, വി എന്ന് പറയുമ്പോൾ നമ്മൾ. ഇത്രയും ആൾക്കാരെ ഒന്ന് കണ്ടുവെക്കുക. അതിനുശേഷം ഉണ്ട് നമുക്ക് കുറച്ച് ആൾക്കാർ. ആരൊക്കെയാണ് അവര്? ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. ഇത്രയും ആൾക്കാരെയാണ് നമ്മളൊന്ന് പറഞ്ഞു വെക്കേണ്ടത്. അതുപോലെ ഒരു പേര്, ആ പേരും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമല്ലോ, അതുകൊണ്ട് ഒരു പേരും കൂടെ നമുക്ക് അവിടെ കണ്ടുവെക്കാം. ഓക്കെ, രാമുന്നോ കോമുന്നോ എന്തെങ്കിലും ഒരു പേരും കൂടെ നമുക്ക് അവിടെ നോക്കി വെക്കാം. ഇത്രയും ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇവരെ വെച്ചിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മൾ ആം, ഈസ്, ആർ എന്നുള്ളത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ പറയുന്നതിന് തുല്യമായിട്ട് ഞാൻ ഒന്ന് പറയാണ്, ആണ്, ആകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസും കൂടെ ഒന്ന് നോക്കാം. ഐ ആം എ ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഞാനൊരു ബോയ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഐ എം എ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാലോ, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഐ എം എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറാണ്. ഐ എം എ ഗേൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഗേൾ ആണ്. ഐ എം സിനി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേര് പറയാണ്, ഐ ആം സിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിയാണ്. അപ്പൊ നമ്മൾ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആം ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കൂടെ മാത്രമാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ആം ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ആളിലേക്ക് വരികയാണ്. അതെന്താണ്? യു എന്നുള്ളതാണ്. അതായത് നീ അല്ലെങ്കിൽ നിങ്ങൾ. യുവിന്റെ കൂടെ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവത്തിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. യുവിന്റെ കൂടെ നമ്മൾ ആർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ യു ആർ എ ബോയ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആണ്, ആകുന്നു എന്നുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പിന്നീട് കടക്കാം. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് പോകാം. ഓക്കെ, യു ആർ എ ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു ആൺകുട്ടിയാണ്.
യു ആർ എ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാലോ നീ ഒരു സ്റ്റുഡന്റ് ആണ്. യു ആർ എ ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അല്ലെങ്കിൽ നീ ഒരു ടീച്ചറാണ്. യു ആർ എ ഡ്രൈവർ എന്ന് പറഞ്ഞാലോ നീ ഒരു ഡ്രൈവറാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകളിലേക്ക് പിന്നീട് കടക്കാം. ഓക്കെ, അപ്പൊ ഐ കഴിഞ്ഞു, യു കഴിഞ്ഞു. അതേപോലെ തന്നെ ദേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി അവർ, ദേ അവർ. അവർ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിലും നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ആർ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കാം. യുവിന്റെ കൂടെയും ദേന്റെ കൂടെയും അതേപോലെ തന്നെ വി എന്നതിന്റെ കൂടെയും നമ്മൾ ആറാണ് ഉപയോഗിക്കുക. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആം മാത്രമാണ്. യു, ദേ, വി എന്നതിന്റെ കൂടെ നമ്മൾ ആർ ഉപയോഗിക്കുന്നു. ഓക്കെ ഓക്കെ, ദേ ആർ സ്റ്റുഡൻസ്, അതാണ് വ്യത്യാസം വരുന്നത്. ദേ ആർ സ്റ്റുഡൻസ്. അപ്പൊ അവിടെ യെസ്സും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ദേ ആർ സ്റ്റുഡൻസ്, അവർ സ്റ്റുഡൻസ് ആണ്. സെയിം മീനിങ് തന്നെയാണ് വരുന്നത്, മീനിങ്ങിലൊന്നും വ്യത്യാസമില്ല. അവരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യു ആർ എ സ്റ്റുഡന്റ്, നിങ്ങൾ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞു. അടുത്തത് പറഞ്ഞു എന്താണ്? ദേ ആർ സ്റ്റുഡൻസ്, അവർ സ്റ്റുഡൻസ് ആണ്. ദേ ആർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാലോ അവർ ടീച്ചേഴ്സ് ആണ്. ഓക്കെ, വി ആർ പ്ലേയേഴ്സ് അല്ലെങ്കിൽ വി ആർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാലോ എന്താണ് അർത്ഥം വരുന്നത്? ഞങ്ങൾ ടീച്ചേഴ്സ് ആണ്, ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഓർക്കാനുള്ളൂ. ഐ എന്നതിന്റെ കൂടെ നമ്മൾ ആം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ യു, ദേ, വി എന്നതിന്റെ കൂടെ നമ്മൾ ആറാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൽ ഒരു എക്സംഷൻ കേസ് എന്ന് പറയുന്നത് നമ്മുടെ യു മാത്രമാണ്. കാരണം യു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ കൂട്ടത്തിലും നമ്മൾ ആറ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചില സമയത്ത് ഞാനും വിചാരിക്കാറുണ്ട്, ഈ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ, റൂൾസ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നാറുണ്ട്. ചിലതിനൊരു പുലബന്ധം പോലും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അത് അതിന്റെ ഒരു റൂളാണ്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് വേണ്ടത്? നിങ്ങളുടെ കയ്യിൽ പെൻസിലും അല്ലെങ്കിൽ പെന്നും പേപ്പറും ഒക്കെ ഉണ്ടല്ലോ അല്ലെ, അതിലേക്ക് നിങ്ങൾക്ക് തന്നെ പറ്റുന്നത് പോലെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെക്കുക. അതായത് സ്റ്റുഡന്റ്, ടീച്ചർ, പാരന്റ്, ചൈൽഡ്, ചിൽഡ്രൻ എന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾ മാറി മാറി ഉപയോഗിക്കുക. അപ്പൊ ഒന്നിൽ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? ആറ് ഉപയോഗിക്കുക. ഒരാളെ കുറിച്ച് പറയുമ്പോൾ, അതായത് ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആം ഉപയോഗിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് കടക്കാം. അതെന്താണ്? ഹി, ഷീ, ഇറ്റ് എന്നതാണ്. ഇവരൊക്കെ എന്താണ്? ഒരാളെ കുറിച്ച് മാത്രം നമ്മൾ പ്രതിപാദിക്കുന്ന സമയത്താണ് ഈ ആൾക്കാരെ നമ്മൾ എടുക്കുന്നത്. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഒരാളേ ഉള്ളൂ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഒരാള്. ഇറ്റ് എന്ന് പറയുന്നതും ഒരു വസ്തു, അത് മാത്രമാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോ ഷീ ഈസ് എ സിംഗർ, അവൾ ഒരു സിംഗറാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഷീ ഈസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടറാണ്. സെയിം മീനിങ് തന്നെയാണ് വരുന്നത്, പക്ഷെ അവിടെ ഈസ് ആണ് ഉപയോഗിക്കുന്നത്, അതാണ് വ്യത്യാസം. ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത്രയും ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഒന്നിൽ കൂടുതലുള്ള ആൾക്കാർക്ക് വേണ്ടി പറയുമ്പോൾ, അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ആറ് ഉപയോഗിക്കുന്നു. ഒരാളെ കുറിച്ച് പറയുമ്പോൾ എന്ത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നു? ഈസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇന്ന ആള് ഇന്നത് രീതിയിലാണ് എന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളൊരു സ്റ്റുഡന്റ് ആണ്, അവളൊരു കുട്ടിയാണ്, അവളൊരു പാരന്റ് ആണ്, അവനൊരു സിംഗറാണ്, അവൻ ഡാൻസർ ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഈസ് ഉപയോഗിക്കുക. ഇത്രേ അതിന്റെ വ്യത്യാസമുള്ളൂ. സോ ഹി ഈസ് എ സിംഗർ എന്ന് പറഞ്ഞാൽ അവനൊരു സിംഗറാണ്. ഷീസ് എ സിംഗർ എന്ന് പറഞ്ഞാലും അവൾ ഒരു സിംഗറാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇറ്റിലേക്കൊന്നും നമ്മൾ വരികയാണ്. ഇറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയൊന്നുമില്ല. ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. അപ്പൊ നമ്മളൊരു വസ്തുവിനെ കുറിച്ച് പറയാന്ന് വിചാരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് എ ഫാൻ, അതൊരു ഫാൻ ആണ്. ഇറ്റ് ഈസ് എ മൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൗസ് ആണ്. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ, അതൊരു കമ്പ്യൂട്ടർ ആണ്. ഇറ്റ് ഈസ് എ മൊബൈൽ എന്ന് പറയുമ്പോഴോ അതൊരു മൊബൈലാണ്. അപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് അവിടെ പ്രയോഗിച്ചത്? ഈസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊന്നുമല്ല. എന്താണ് നമ്മൾ പറയുന്നത്? ആം നമ്മൾ ഐന്റെ കൂടെ ഉപയോഗിക്കുന്നു, ആറ് നമ്മൾ യുവിന്റെ കൂടെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് അതായത് ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആറ് ഉപയോഗിക്കുന്നു. ഈസ് ആണ് നെക്സ്റ്റ് വൺ ഉള്ളത്, അത് നമ്മൾ ഒരു ആളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നു, അതായത് ഉപയോഗിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഞാൻ ഇതിന്റെ പ്രയോഗങ്ങൾ, അതായത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് പ്രയോഗിക്കേണ്ടേ, വെറുതെ എക്സാമ്പിൾസും കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ പറയാം. അപ്പൊ ഞാൻ
എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്ന സമയങ്ങളിൽ, അതായത് ഞാൻ ഇങ്ങനെ ഒരാളാണ്, എൻ്റെ പേര് ഇതാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന നേരത്താണ് എന്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഈ ആമും ഈസും ആറും ഒക്കെ നമുക്ക് പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ എന്നാണ് ഇതിനെ പറയുന്നത്. നിങ്ങൾ ഈ ക്ലാസ് മനസ്സിലായതിനു ശേഷം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കേണ്ട ഒരു കാര്യമാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് പറഞ്ഞു നോക്കണം കേട്ടോ. അപ്പൊ ഞാനതൊരു എക്സാമ്പിൾ പോലെ പറയാം. മൈ നെയിം ഇസ് സിനി. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? എൻ്റെ പേര് സിനി എന്നാണ്. ഇനി അത് നമുക്ക് ഇങ്ങനെയും പറയാം, ഐ എം സിനി, ഞാൻ സിനിയാണ്. ഓക്കെ. ഐ എം എ ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഞാൻ ഒരു ടീച്ചറാണ്. ഐ എം മാരീഡ് എന്ന് പറയുമ്പോഴോ, ഞാൻ മാരീഡ് ആണ്, ഞാൻ കല്യാണം കഴിച്ച ആളാണ്. ഓക്കെ. ഇൻ മൈ ഫാമിലി there are 4 members. അപ്പൊ ഞാൻ 6ലേക്ക് വരികയാണ്. ഇൻ മൈ ഫാമിലി there are 4 members. അപ്പൊ ഞാൻ പറഞ്ഞു there are 4 members, 4 ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ. ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ അവിടെ 6 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ക്ലാസ് ഞാൻ വേറൊരു ഇതിൽ പറയാം. എന്നാലും ഇപ്പൊ ഒന്ന് പറഞ്ഞു തരാണ്. there are 4 members. അത് എന്തുകൊണ്ടാണ് ഞാൻ അവിടെ 6 ഉപയോഗിച്ചത്? 4 പേര് ആണ് ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. there are 4 members, my husband and 2 children. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാണ്, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, പിന്നെ എനിക്ക് 2 കുട്ടികൾ, 2 പേര് ഉണ്ട്, 2 കുട്ടികളുണ്ട് എന്നാണ് പറഞ്ഞത്. മൈ സൺസ് നെയിം ഈസ് മെൽവിൻ. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ മകന്റെ പേര്, മകന്റെ സൺസ്, അവിടെ ഞാൻ ഉപയോഗിച്ചത് സൺ മാത്രമല്ല. അപ്പൊ ഞാനത് ചില ആൾക്കാർ ഇങ്ങനെ പറയാനായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. മൈ സൺ നെയിം, അല്ലെങ്കിൽ മൈ ഫാദർ നെയിം ഈസ്, അല്ലെങ്കിൽ മൈ ഫാദർ നെയിം അബൂബക്കർ, ഇങ്ങനെ മാത്രം പറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ തെറ്റുന്നത്. ശരിയായ രീതിയിലുള്ളത് നമ്മൾ പ്രയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. മൈ സൺസ് നെയിം ഈസ് മെൽവിൻ. എൻ്റെ മകന്റെ പേര് എന്താണ്? മെൽവിൻ എന്നാണ്. മൈ ഡോട്ടേഴ്സ് നെയിം ഈസ് മെർലിൻ. എൻ്റെ മകളുടെ പേര് എന്താണ്? മെർലിൻ എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്, ഒരു അപ്പോസ്ട്രോഫി എസ് ഉണ്ടാവും. അതായത് മകളുടെ അല്ലെങ്കിൽ മകന്റെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? അപ്പോസ്ട്രോഫി എസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ഭർത്താവിന്റെ പേര് ഇന്നതാണ്, ഇപ്പൊ സജി എന്നാണ്, അല്ലെങ്കിൽ അശോകൻ എന്നാണ്. എങ്ങനെയാ നമ്മൾ അവിടെ പറയാം? യെസ്, മൈ ഹസ്ബൻഡ്സ് നെയിം ഈസ് അശോകൻ, അല്ലെങ്കിൽ മൈ ഹസ്ബൻഡ്സ് നെയിം ഈസ് സജി, മൈ ഹസ്ബൻഡ്സ് നെയിം ഈസ് ഭരത്. ഇങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട്. എൻ്റെ വൈഫിന്റെ പേര് രുക്മിണി എന്നാണ്. എങ്ങനെ നമ്മൾ പറയും? മൈ വൈഫ്സ് നെയിം ഈസ് രുക്മണി. അവിടെ കാരണം ഈസ് ഉപയോഗിക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ? ഞാൻ ഒരാളെ കുറിച്ച് മാത്രമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എന്തുപയോഗിച്ചത്? ഈസ് ഉപയോഗിക്കുന്നത്. അപ്പോ ആദ്യത്തെ സെന്റൻസിൽ ഞാൻ ഐ ആം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞു, ഒരാളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. there are എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കണ്ടോ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറഞ്ഞപ്പോൾ നമ്മൾ 6 ഉപയോഗിച്ചു. നമ്മൾ അതേപോലെ തന്നെ ഈസ് പിന്നെയും ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ ഈസ് ഉപയോഗിച്ചു. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? സോ മൈ ഹസ്ബൻഡ്സ് നെയിം ഈസ് സജി. ഓക്കെ. പിന്നെ ഞാൻ പറയാണ് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അപ്പൊ നമ്മൾ അതെങ്ങനെയാ പറയാ? ഹി ഈസ് എ ബിസിനസ്മാൻ. ഹി ഈസ് എ ബിസിനസ്മാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് എൻ്റെ ഭർത്താവ് ഒരു ഡോക്ടറാണ്. എങ്ങനെയാ പറയാ? മൈ ഹസ്ബൻഡ് ഈസ് എ ഡോക്ടർ. മൈ വൈഫ് ഈസ് എ ടീച്ചർ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം അത് പറയാനായിട്ട്. നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്തും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പ്രയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പറയൂലേ, എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെയാണ്, എൻ്റെ ഫാമിലിയിൽ ഇന്ന ആൾ ഇന്നതാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ കുട്ടികൾ പഠിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? he is studying in 4th grade, അല്ലെങ്കിൽ he is studying in 4th standard. അപ്പോൾ ഒരു ഫാമിലിയിലെ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്നുള്ള കാര്യം നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കേട്ട് നോക്കുക, അതിനുശേഷം ഒന്ന് എഴുതിയൊക്കെ നോക്കുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും പറഞ്ഞു നോക്കണം. പറഞ്ഞു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവുള്ളൂ? നിങ്ങൾക്ക് അത് പ്രയോഗിക്കാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടുള്ളൂ. നമുക്ക് ആ ധൈര്യം തന്നെയല്ലേ വേണ്ടത്. സോ അതൊക്കെ ചെയ്തു നോക്കുക.
ഒന്നും പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോ ആൾക്കാർ എപ്പോഴും പരാതി പറയും ഞങ്ങൾ ആരോട് സംസാരിക്കാനാണെന്ന്. ആരോടും സംസാരിക്കാൻ നിൽക്കില്ല. മൊബൈൽ എടുക്കുക, ഒന്ന് വോയിസ് റെക്കോർഡ് ചെയ്തു നോക്കുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത്. ബാക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദയവ് ചെയ്ത് ആ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണാം. അത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം. മാത്രമല്ല ഇതൊക്കെ എങ്ങനെ ചോദ്യ രൂപത്തിൽ ആക്കണം എന്നുള്ളതും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.